അപ്പോൾ ഹലോ ഗൈസ്, അപ്പം ഇന്ന് എൻ്റെ ദിവസം തുടങ്ങിയാണ്. രാവിലെ എൻ്റെ പാപ്പാനെയും ഫോട്ടോഗ്രാഫറും ഇങ്ങനെ നോക്കിയാൽ നിൽക്കുകയാണ്. ഒരു ഉത്തരവാദിത്തമില്ലാത്തവന്മാരാണ്. അതെ എൻ്റെ ആശാൻ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്ന് ഈ കാണിക്കുന്നേ. അതേ മേളിൽ കയറി നിൽക്കുന്നു. നേർക്ക് വെട്ടായോ? വെട്ടടാ, വെട്ട് അങ്ങോട്ട് വെട്ടിയിട്. ഇപ്പം എൻ്റെ ആവശ്യം തന്നെ വേണ്ടി വരും. പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് ദേ വന്നു. എന്നെ കൊണ്ട് പോവാ. ഇനി എന്തിനാണോ എന്തോ നോക്കാം. അതെ കയറൊക്കെ എടുത്ത് കെട്ടുവാണ്. ഇപ്പം ഞാൻ എന്നാ പോയി നോക്കട്ടെ എന്നാ സംഭവം എന്ന്. ആശാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നത് ചാടി കയറുകയാണ്. എന്തോ പണിയെടുക്കണമെന്ന്. ഞാനിന്ന് പണിയെടുക്കേണ്ടി വരും. ഒരു ചാടി കയറാശാനെ, എന്നാ താമസം? പറഞ്ഞാട്ടെ, ഇനി ഞാൻ എന്നാ ചെയ്യണ്ടേ? അയ്യടാ, ഇനി ഇതിനി പഠിച്ചിടണമല്ലോ. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല ആശാനെ. ഇത് എന്നെ ഈ ആശാൻ കാണിക്കുന്നേ. കയറിങ്ങോട്ടിട്ട് ഞാൻ പെട്ടെന്ന് വലിച്ചിട്ട് വരാം. കയറ് ചുറ്റി. ഇനി ഇപ്പം ഞാൻ വലിച്ചിട്ട് വരാം. ഇപ്പം ശരിയാക്കിട്ട്. ആശാനോട് അടങ്ങിയിരുമേടേ, എന്നെ കാണിക്കുന്നേ. ഞാൻ ശരിയാക്കി തരാന്നേ. എന്നാ പിടിച്ചോ, ദൈവരുന്നോ. എന്താ എന്നാടാ അത്രേ ഉള്ളൂ. ഇതിനാണിവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. ഇങ്ങിട്ട് ഞാൻ തന്നെ എടുത്ത് മാറ്റി വെക്കണോ? ആശാൻ വലിച്ചാൽ പോരെ. എങ്ങോട്ടാ ഇനി കൊണ്ടോണ്ടേ? അമ്പടാ, എൻ്റെ ദൈവത്തോട്ടെല്ലാം വേണോ ആശാനെ? ആശാൻ സേഫല്ലേ? അവിടെ ഇരിക്കുന്നത് സേഫല്ലേ? ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ആശാൻ നോക്കിയിരുന്നു. അപ്പം എൻ്റെ ഇന്നത്തെ തീറ്റ ഇതായിരിക്കുമല്ലേ? ഇത് മൊത്തം ഞാൻ കഴിക്കണമല്ലേ? അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പം ഇനി എന്നാ ആശാനെ നമ്മുടെ പരിപാടി? ഞാൻ പിന്നെ അങ്ങോട്ട് പോവാണേ. ഇച്ചിരി പുല്ല് തിന്നാനാണ് തോന്നുന്നു. അതോ എന്നെ വഴിയെ എടുക്കാൻ കൊണ്ടുപോകുന്ന അറിയത്തില്ല. നോക്കാം. ആശാന് ഭയങ്കര സന്തോഷമാണെന്നോ എഴുതിയിരുന്ന്. എന്നെ പണിയെടുപ്പിയെ കൊണ്ടുപോകുന്നതിൻ്റെ സന്തോഷമാണോ? ഇതാണ് എൻ്റെ അമ്പലമേ. അതെ, ആനപ്പുറത്തൊക്കെ ഇരുന്ന് ആശാൻ്റെ ഒരു അതേ രണ്ടാവന്മാർ. ഇവന്മാരാ എനിക്ക് പണി തരുന്ന അമ്മമാർ. ആശാൻ എന്നാണ് മുണ്ടൊക്കെ മടക്കി കെട്ടി വരുന്നേ. ആശാനെ, ഞാനൊരു ആനയാ, പശുവല്ല എന്നെ ഇങ്ങനെ കൊണ്ടുവിട്ടിട്ട് പോകാൻ. എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. മൈൻഡ് ചെയ്യാതിരിക്കാൻ പോവായിരിക്കും. ഞാനിന്ന് ഈ പുല്ലായിരിക്കും തിന്ന് തീർക്കുമ്പല്ലേ. ശരി, നല്ല രുചിയുണ്ട്. എന്നാ കയറി കഴിച്ചേക്കാം. ആശാൻ പോയിട്ട് പോവാ, ഞാൻ ഇവിടെ നിന്നോളാം. പക്ഷെ ഒന്നും പേടിക്കണ്ട, ഞാൻ മൊത്തം സെറ്റാക്കിയേക്കാം. അപ്പോൾ ഓക്കെ ആശാനെ, പോയിട്ട് പോവാ. ഞാനിവിടെ തന്നെ വന്നേക്കാം. ആശാൻ ജോലി കേട്ടു. ഇതോടെ പോവാ. എന്നെ കൊണ്ടുപോയത് ആശാനോടെ പോവാ. ഒരു സലാം കൊടുത്തേക്കാം. പോവാ ആശാനെ. ബുദ്ധി കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാ. കുളിയും കഴിഞ്ഞ് വരാം. കുളിക്കടവിൽ പോയി ഒരു റെസ്റ്റ് വരത്തില്ല. അവിടെ അവന് ഫോട്ടോ എടുക്കണം. എന്നാ ഒരുത്തനാണോ? കുളി കഴിഞ്ഞതേ ഒരു ഫോട്ടോഷൂട്ട്. ഇവന് വേറെ പണിയൊന്നും ഇല്ലെന്നോ. ഒന്ന് രാവിലെ ക്യാമറ ഏറ്റിറങ്ങും എന്നെ മെനക്കെടുത്താൻ വേണ്ടി. ഞാൻ ഒരു ഫോട്ടോ അയച്ചു തരുമോ? അതുമില്ല. ഞാൻ കുളിയും കഴിഞ്ഞ് ഇന്നത്തെ പണി തീർത്ത് പോവാം.